അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഒന്നും പറയാനില്ല, ഇന്നത്തെ എപ്പിസോഡ് വേറെ ലെവൽ ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നിരാശപ്പെടുത്തിയ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നെവിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നെവിനും ഷാനവാസുള്ള ഇഷ്യൂ ഒന്നും ചോദിച്ചിട്ടില്ല. അതുപോലെ ജിസയിൽ തുണിയില്ലാതെ നടന്നതും നിക്കറിടാതെ നടന്നതും, തുണിയില്ലാതെ നടന്നതല്ല, സ്കിന്നിൻ്റെ കളറുമായിട്ടുള്ളൊരു ലെഗിൻസ് ഇട്ടുകൊണ്ട് നടന്നതും, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത രീതിയിലേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഒരു കാര്യം ചോദിച്ചിട്ടില്ല. കുറേ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അവിടെ നടന്നിട്ടുള്ള കിച്ചൻ്റെ വഴക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ കുറച്ച് ഗെയിമും പരിപാടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്നിട്ടുള്ളൂ. വെറും ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 1-2 വീഡിയോയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടസ്റ്റൻസുമായിട്ടല്ല ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത്, ജനങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം ബിഗ് ബോസ് ചോദിക്കത്തില്ല, ലാലേട്ടൻ ചോദിക്കത്തില്ല എന്നാണ് എല്ലാ ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ല. നാളെ കത്തിക്കാനുള്ള പരിപാടിയാണ്. ഈ വിഷയം നാളെ ചോദിക്കും, അതിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ നോക്കിക്കോ, നാളെ ബിഗ് ബോസ് കത്തിക്കുന്ന പ്രമേയമായിട്ട് ഈ ഒരു വിഷയം കൊണ്ടുവരും എന്നുള്ള കാര്യം പറയാമല്ലോ. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നെവിൻ ഭയങ്കര ഡ്രാമയായിരുന്നു. ഭയങ്കര ഡ്രാമയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലകുനിച്ചിരിക്കുന്നു. ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, ലാലേട്ട ഭയങ്കര സ്ട്രെസ്സാണ്, ലാലേട്ട എനിക്ക് സ്ട്രെസ്സാണ്, ഇവിടെ ഇങ്ങനെ കളിക്കും എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, മോനെ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, കഴിഞ്ഞ പുരാണങ്ങളൊക്കെ മറന്നുകളാ, ഇവിടെ ഇനി വരാനിരിക്കുന്ന ഗെയിമും ടാസ്കുമായിട്ട് മുമ്പോട്ട് കളിക്കാൻ നോക്ക് എന്നൊക്കെ ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നെവിൻ്റെ അടുത്തും അതുപോലെ അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാം. പിന്നെ ഇന്ന് റെന ഔട്ടാവും എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ചാനലിനകത്ത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇന്ന് റെന പോയിട്ടില്ല. റെന നാളെ ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ ഏറ്റവും വോട്ടിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വോട്ടിംഗ് കുറവ് റെന ഫാത്തിമയ്ക്കും അതുപോലെ ഈ നെവിനുമാണ്. അപ്പം നാളെ മിക്കവാറും നാളെ ആയിരിക്കും റെന പോകുന്നത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ബിഗ് ബോസ് ജനങ്ങളുമായിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ജനങ്ങൾ ഭയങ്കര ആകാംക്ഷയോടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് എടുത്ത് പിറ്റേന്നിട്ടും. അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്ന് റെന ഫാത്തിമ പോകുന്ന ഇത് കാണിച്ചിട്ടില്ല, പക്ഷെ നാളെ അത് കാണിക്കും. ഇന്ന് പെട്ടെന്ന് എപ്പിസോഡ് തീർന്നു കേട്ടോ. കുറേ ഗെയിമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ഇത് ക്യാപ്റ്റൻസി ടാസ്കിൽ പ്രൊമോയിൽ കാണിച്ചതുപോലെ അക്ബറിനെയും അതുപോലെ അനീഷിനെയും പിന്നെ ജിഷിനെയും വിളിക്കുന്നു. അപ്പോൾ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. കുറച്ച് ശബ്ദങ്ങളും ആട്, പട്ടി, പൂച്ച അങ്ങനെയൊക്കെയുള്ള കുതിര ശബ്ദങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ സംഭവമുണ്ട്. എന്നിട്ട് ഇവരുടെ ഡയലോഗൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അനീഷിൻ്റെ ഡയലോഗും കൊടുക്കുന്നുണ്ട്, അക്ബറിൻ്റെ ഡയലോഗ് കൊടുക്കുന്നുണ്ട്. അനീഷിൻ്റെ മറ്റില്ല കണ്ണടച്ച് കടന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡയലോഗൊക്കെ ഓരോ ഡയലോഗ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയലോഗ് അതേപടി ക്രമമായിട്ട് ആദ്യം കേൾക്കുന്ന ഏതാണോ, രണ്ടാമത് കേൾക്കുന്ന ഏതാണോ, മൂന്നാമത് കേൾക്കുന്ന ഏതാണോ, അങ്ങനെ ക്രമമായിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് ഒട്ടിച്ചു വെക്കണം. അപ്പം ജിഷനാണ് അത് മത്സരത്തിൻ്റെ വിജയെ പ്രഖ്യാപിക്കുന്നത്. എല്ലാം നോക്കിയിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് ജിഷനാണ് നോക്കുന്നത്. അങ്ങനെ അനീഷും അക്ബറും അത് അവിടെ വെക്കുന്നു. അതിൽ 5 എണ്ണം ഈ അക്ബർ ശരിയാക്കുന്നുണ്ട്, 2 എണ്ണം അനീഷും ശരിയാക്കുന്നുണ്ട്. അങ്ങനെ അക്ബർ അതിൽ വിജയിച്ചെന്ന് ജിഷൻ പറയുന്നു. അക്ബറിൻ്റെ ഒരു സന്തോഷമൊന്നും കാണുമായിരുന്നു. അവിടെ നിന്ന് കിടന്നിട്ട് തുള്ളി ചാടിയിട്ട് ഇല്ലേ, എന്തോ വലിയ സംഭവം ജയിച്ചു വന്ന പോലുള്ളൊരു ഇതായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് നാളെ ചോദിക്കുന്നോ എന്നറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബർ ഈ ഷനാസിനെ പറ്റിയിട്ടും റെന ഫാത്തിമയെ പറ്റിയിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഈ റെന പ്രഗ്നൻ്റ് ആയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞൊരു വേടുണ്ടല്ലോ, അതൊക്കെ മോശമായിട്ടുള്ളൊരു വേടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ചോദിക്കണം. അതുപോലെ ജിസേലിൻ്റെ വസ്ത്രദാനത്തെ പറ്റിയിട്ട് അതൊക്കെ ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നു അത് എപ്പിസോഡിനകത്തൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ആ സാധനമൊക്കെ അതൊക്കെ വെട്ടിയെടുത്ത് കളഞ്ഞയ്യത്ത്. എപ്പിസോഡിനകത്ത് ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, ഞാൻ ലൈവ് കാണുന്നുണ്ട്, എപ്പിസോഡ് കണ്ടിട്ടില്ല. അപ്പോൾ അത് എപ്പിസോഡിനകത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടത്തും കുറച്ച് കുസൃതി ചോദ്യങ്ങളും കുറച്ച് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞിട്ടുള്ളത് അനീഷാണ്. അതുകൊണ്ടാണ് അനീഷിന് ആ പവർ തിരിച്ചു കൊടുത്തു. അപ്പം ബെന്നിയെടുത്ത് അതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെന്നിയെടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം ബെന്നി ഡോക്ടറാണല്ലോ, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്,
3 ഹൃദയമുള്ളൊരു ജീവി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബെന്നി മാനത്ത് ഇട്ട് നോക്കി ഇങ്ങനെ വായും പൊളന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ കളിയാക്കുന്നത് ഡോക്ടറല്ലേ 3 ഹൃദയമുള്ളൊരു ജീവി, എന്നാൽ 1 ഹൃദയമുള്ളൊരു ജീവി ഏതാണെന്ന് പറയുന്നുണ്ട്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. അപ്പം അടുത്തത് സാഹു എണ്ണീച്ച് എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നീരാവി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഷാനവാസിൻ്റെ അടുത്തും അതുപോലെ അനീഷിൻ്റെ അടുത്തും മറ്റേ ടാസ്കിൻ്റെ ഇടയ്ക്ക് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് പറയാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. അത് കേൾക്കാൻ കൊതിയായിട്ട് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് ഷാനവാസിനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് നല്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും കേട്ടോ. ലാലേട്ടൻ പറയുന്നുണ്ട് അത് കാണുമ്പം തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സൗഹൃദം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെടുത്ത് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മളൊരു പ്രൊമോ കണ്ടായിരുന്നല്ലോ, ഒരാൾ വരുന്നത് വൈൽഡ് കാർഡായിട്ട് ഒരാൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വമ്പൻ കോമഡി ആയിരുന്നു. ഇപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്നോന്ന് അറിയത്തില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ വരുന്നോന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് കാണിച്ച എപ്പിസോഡിനകത്ത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന് അനുമോളെ പ്ലാച്ചിയാണ് എടുത്ത് അപ്പുറത്തെറിഞ്ഞല്ലോ ഷിയാസ്, അതേപോലെ അവിടുന്ന് ഒരാൾ എടുത്ത് ഇപ്പുറത്തോട്ട് എറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കും, ആരാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കാൻ നേരത്തെയാണ് ഒരു പ്ലാച്ചി അതിൻ്റെ മണ്ടയിൽ നിങ്ങോട്ട് വന്ന് തറയിൽ വീഴുന്നത്. അപ്പോൾ അനുമോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ വൈൽഡ് കാർഡ് വരുന്നത് എനിക്ക് കുറേ പേര് ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു, എന്തോ അനുമോളുടെ ഒരു ബോയ് ഫ്രണ്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനുമോളുടെ ബോയ് ഫ്രണ്ടൊന്നുമല്ല, അവർ നല്ല ഫ്രണ്ട്സാണ്. അത് മാത്രമല്ല അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്സ് അല്ല, അത് ബോയ് ഫ്രണ്ടൊന്നുമല്ല. അപ്പോൾ വരുമെങ്കിൽ ആ പുള്ളിയാണ് വരുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ പറയത്തതൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു പുല്ലുമില്ലായിരുന്നു. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വളരെ ശോകമായിരിക്കും എന്ന്, ഒരു കാര്യവും അതിനകത്ത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. കാരണം പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാടേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒന്നും ഇല്ലായിരുന്നെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാളത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ നോക്കിക്കോണം, നാളത്തെ പ്രൊമോ കത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് നെവിൻ മാക്സിമം ലാലേട്ടനെ കൊണ്ട് ഇത് ചോദിപ്പിക്കാനുള്ള പരിപാടിയെല്ലാം നോക്കി, അറ്റൻഷൻ കൊടുക്കാൻ നോക്കി. തലകുനിച്ചിരിക്കുന്നു, മുഖമൊക്കെ ഇത്ര ഉണ്ടായിരുന്നില്ല, ഇവിടെ മറ്റേ കാട്ട് കടന്നൽ കുത്തതില്ലേ അതേപോലെ ഇരിക്കുമായിരുന്നു ഈ നെവിൻ്റെ മുഖം. നെവിൻ വിചാരിച്ചെന്ന് പറയും ഈ കാര്യം അങ്ങോട്ട് ലാലേട്ടൻ ചോദിച്ചിൽ നെവിനെ അങ്ങോട്ട് വാഴ്ത്തി പാടി തലയിലെടുത്ത് വെച്ച് ഉമ്മ കൊടുക്കുമെന്നാണ് നെവിൻ വിചാരിച്ചിരുന്നത്. നാളെ എന്താണെന്നറിയാം, നാളത്തെ കാര്യം നമുക്കറിയത്തില്ല. നാളെ ഈ കാര്യം ചോദിക്കും. കാരണം ഈ ഒരു സ്ട്രെസ്സും വെച്ചുകൊണ്ട് എന്തായാലും അവിടെ കാരണം ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നെവിനൊക്കെ ആണെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്, പുറത്തെന്താണ് പോകുന്നതെന്നും അറിയാതെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. നെവിൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, നെവിൻ റിയൽ അല്ല. നെവിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നെവിൻ്റെ ഫേസ് കാണുമ്പോഴേ നമുക്ക് പേടിയാവും. നെവിൻ നമ്മൾ വിചാരിക്കുന്ന നെവിൻ അല്ല കേട്ടോ. നെവിനൊരു വേറൊരു ഫേസ് ഉണ്ട്. അത് ഇന്ന് നമുക്ക് നെവിൻ്റെ ഫേസ് എന്ന് കാണുന്ന ഒരു അത്രയും കടന്തൽ കുത്തിയിരിക്കുന്ന പോലെയാണ് ഇന്ന് ഇരുന്നിട്ടുള്ളത്. എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ, നമുക്കറിയാം അക്ബറിൻ്റെ വായിൽ നിന്ന് വരുന്ന വേഡ്സുകൾ വളരെ മോശം. അക്ബറിൻ്റെ ഉമ്മ അന്ന് വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു എൻ്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്ത് പറ്റി അവിടെ ചെന്നപ്പോഴത്തേക്ക് വായിൽ നിന്നൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണോ വീഴുന്നതെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അക്ബർ ഈ ലാലേട്ടന് ഒരു ആദ്യം കൊടുക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിനകത്ത് ഇവർ കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് അവിടെ ചെന്നിരുന്ന് ഇത് ഒട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അക്ബറിന് എന്ത് പറ്റി മറന്നുപോയെന്ന് ചോദിക്കുന്ന സമയത്ത് അക്ബർ എണ്ണീച്ച് ചെന്നിട്ട് പറയാം ലാലേട്ട ഞാൻ അത് മറന്നുപോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ബബ്ബ അടിച്ചു പോയെന്ന്. അപ്പോൾ ലാലേട്ട എടുത്ത് നോക്കുന്നുണ്ട്, എന്തോ കേട്ടില്ല. അപ്പം വീണ്ടും ഇവൻ കടന്ന് ഇവൻ്റെ വായിൽ നിന്ന് അങ്ങ് വീണ് അക്ബറിൻ്റെ ബബ്ബ. എന്തുവാടേ ഒരു മാനേഴ്സ് ഇല്ലയോടെ, ഒരു ഇത്രയും വലിയൊരു കലാകാരൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന വേർഡ്സാണ് ബബ്ബ എന്ന്. അപ്പോൾ ലാലേട്ട എടുത്ത് ചോദിക്കുകയും ചെയ്തു എന്തോ പോലെ നീ പറഞ്ഞേ. അപ്പോഴത്തേക്ക് ഇവൻ വിഷയം അങ്ങ് മാറ്റി. ലാലേട്ട ഞാനത് പെട്ടെന്ന് പേടിച്ചപ്പം അങ്ങനെ സംഭവിച്ചതാണ്. വളരെ വളരെ ഇത് മോശമായിട്ടുള്ള വേർഡ്സാണ് ഈ അക്ബറിൻ്റെ വായിൽ നിന്ന് വീഴുന്നത്. അപ്പോൾ ഇന്നത്തെ ജയിലിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റെനയും ഷാനവാസിനെയും പറ്റി പറഞ്ഞ മോശം വാക്കുകൾ അതൊക്കെ ചോദ്യം ചെയ്യണം. ഇങ്ങനെയുള്ള വേർഡ്സുകൾ ഉപയോഗിക്കാനേ പാടില്ലെന്ന് അവിടെ തക്കതായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലടേ. ഒന്നത്തെ കാര്യം എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ സീസണിലെല്ലാം ഇതുപോലുള്ള വാണിംഗ് ബിഗ് ബോസും ടീമുകളും കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒറ്റ ഒരെണ്ണം ഇത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല.
അതുമാത്രമല്ല ബിഗ് ബോസ് ടീമിൻ്റെ പക്ഷത്ത് നിന്ന് ഇതിനെതിരെ ഒരു തക്കതായിട്ടുള്ളൊരു ശിക്ഷയും ഇവർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഓരോ സീസണിനകത്ത് ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ഇനി നോക്കിയോ, അടുത്ത സീസണിനകത്തും ഇത് ആൾക്കാർ ഇത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോഴത്തെ സീസണിനകത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൾക്കാർക്ക് ഒരു വല്ലി മൈൻഡ് എന്നുള്ളൊരു നിലയ്ക്കെത്തും. ഇപ്പം തന്നെ ഓരോ സീസൺ അങ്ങോട്ട് കഴിയും തോറും ലാലേട്ടനെ പോലും പുല്ല് വിലയാണ്. സത്യം പറഞ്ഞാൽ ഈ ജിസേലിൻ്റെ നിക്കർ കേസെങ്കിലും ചോദിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതും ചോദിച്ചില്ല, നിരാശപ്പെടുത്തി കളഞ്ഞു. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു, ഗുഡ് നൈറ്റ്.